അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഏറ്റവും വലിയ പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതയ്ക്ക് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റാർക്കും ലഭിക്കാത്ത അത്രയും വ്യക്തമായ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതാണ് അൽ മസീഹു ദജ്ജാൽ. ദജ്ജാൽ ഒരു സാങ്കല്പിക കഥാപാത്രമോ ഒരു ചിന്താഗതിയോ അല്ല. അവൻ മനുഷ്യവർഗത്തിൽപ്പെട്ട മാംസവും രക്തവുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അള്ളാഹു അവന് പരീക്ഷണാർത്ഥം ചില അത്ഭുത കഴിവുകൾ നൽകിയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ വർണ്ണിക്കുന്നത് നോക്കൂ. അവൻ ചുവപ്പ് കലർന്ന വെളുത്ത നിറമുള്ളവനാണ്. തടിച്ച ശരീരവും വീതിയുള്ള നെറ്റിയും കട്ടിയുള്ള കഴുത്തുമുള്ള ഒരു യുവാവ്. അവൻ്റെ മുടി നല്ലവണ്ണം ചുരുണ്ടതാകും. തലയിൽ പാമ്പുകൾ പിണഞ്ഞു കിടക്കുന്നത് പോലെയായിരിക്കും. അവൻ്റെ ഏറ്റവും വലിയ അടയാളം കണ്ണുകളാണ്. വലതു കണ്ണിന് കാഴ്ചയുണ്ടാകില്ല. അത് ഉണങ്ങിയ മുന്തിരിപ്പഴം പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും. ഇടതു കണ്ണിന്മേൽ മാംസം വളർന്ന് നിൽക്കുന്നതായും കാണാം. ഏറ്റവും പ്രധാനം, അവൻ്റെ നെറ്റിയിൽ 2 കണ്ണുകൾക്കിടയിലായി കാഫിർ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും. എഴുത്തും വായനയും അറിയാത്തവർക്ക് പോലും ഈമാൻ എന്ന വെളിച്ച മനസ്സിലുള്ളവർക്ക് അത് വായിക്കാൻ സാധിക്കും. എന്നാൽ അവിശ്വാസികൾക്കത് കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല. ദജ്ജാൽ വരുന്നതിന് തൊട്ടുമുൻപുള്ള 3 വർഷങ്ങൾ പരീക്ഷണത്തിൻ്റെ കാലമാണ്. 1-ാം വർഷം ആകാശ മഴയുടെ 1/3 തടഞ്ഞു വയ്ക്കും. ഭൂമി വിളവിൻ്റെ 1/3. 2-ാം വർഷം മഴയുടെയും വിളവിൻ്റെയും 2 ഭാഗവും ഇല്ലാതാകും. 3-ാം വർഷം ആകാശത്തുനിന്ന് ഒരു തുള്ളി മഴ പെയ്യില്ല. ഭൂമിയിൽ പച്ചപ്പുള്ള ഒന്നും അവശേഷിക്കില്ല. കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങും. ലോകം മുഴുവൻ പട്ടിണിലാകും. ദാരിദ്ര്യത്തിൽ ഉഴലുന്ന മനുഷ്യൻ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവുന്ന ആ സാഹചര്യത്തിലാണ് കിഴക്കു ഭാഗത്തുനിന്ന് ഇസ്ഫഹാനിലെ ജൂതന്മാരുടെ കൂടെ അവൻ പുറപ്പെടുക. അവൻ്റെ വരവ് വളരെ പെട്ടെന്നായിരിക്കും. കാറ്റ് ആട്ടിയകറ്റുന്ന മേഘം പോലെ അവൻ സഞ്ചരിക്കും. അവൻ്റെ കൂടെ മലകൾ പോലെ റൊട്ടിയും മാംസവും വെള്ളവും ഉണ്ടാകും. പട്ടിണ കിടക്കുന്ന മനുഷ്യരോട് അവൻ പറയും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. എനിക്ക് സുജൂദ് ചെയ്താൽ നിങ്ങൾക്ക് ഭക്ഷണം തരാം. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഈമാൻ കുറഞ്ഞവർ അവനെ ദൈവമായി അംഗീകരിക്കും. അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കുകയും ഉടനെ മഴ പെയ്യുകയും ചെയ്യും. ഭൂമിയോട് വിളകൾ മുളപ്പിക്കാൻ പറയും. ഭൂമി പച്ച പിടിക്കും. ഇത് കാണുമ്പോൾ ജനം അവനെ വിശ്വസിച്ചു പോകും. എന്നാൽ അവനെ നിഷേധിക്കുന്ന സത്യവിശ്വാസികളുടെ അവസ്ഥ ദയനീയമായിരിക്കും. അവർക്ക് ഭക്ഷണമുണ്ടാകില്ല. പക്ഷേ അള്ളാഹു അവർക്ക് തസ്ബീഹും തഹ്ലീലും ഭക്ഷണത്തിന് പകരമാക്കും. അവൻ്റെ ഏറ്റവും വലിയ ചതിക്കുഴി അവൻ്റെ കയ്യിലുള്ള സ്വർഗവും നരകവുമാണ്. അവൻ സ്വർഗം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ നരകത്തിലെ തീയാണ്. അവൻ നരകമെന്ന് വിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുളിർമയുള്ള വെള്ളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ആ സമയം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ കാണിക്കുന്ന നരകത്തിലേക്ക് എടുത്തു ചാടുക. അത് നിങ്ങൾക്ക് കുളിർമയുള്ള വെള്ളമായിരിക്കും. മറ്റൊരു വലിയ പരീക്ഷണം, അവൻ ഒരു ഗ്രാമീണനോട് പറയും, ഞാൻ നിന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ ജീവിപ്പിച്ചു തന്നാൽ നീ എന്നെ വിശ്വസിക്കുമോ? അവൻ സമ്മതിക്കുമ്പോൾ ദജ്ജാൽ പിശാചുക്കളുടെ സഹായത്തോടെ അവൻ്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ അവരോട് സംസാരിക്കും. അവർ പറയും, മകനെ, ഇതാണ് നിന്റെ ദൈവം, അവനെ അനുസരിക്കൂ. എന്നാൽ ഇത് വലിയൊരു കെണിയാണ്. അവൻ മക്കയിലും മദീനയിലും ഒഴികെ ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും പ്രവേശിക്കും. മക്കയിലും മദീനയിലും മലക്കുകൾ ഊരിപ്പിടിച്ച വാളുകളുമായി കാവൽ നിൽക്കും. മദീനയ്ക്ക് പുറത്തുള്ള ഉപ്പുനിലങ്ങളിൽ അവൻ തമ്പടിക്കും. അപ്പോൾ മദീന 3 തവണ കുലുങ്ങും. അതോടെ മദീനയിലുള്ള എല്ലാ കപട വിശ്വാസികളും പുറത്തു ചാടി ദജ്ജാലിൻ്റെ കൂടെ ചേരും. അവിടെ വെച്ച് മദീനയിലെ ഒരു തികഞ്ഞ വിശ്വാസിയായ യുവാവ് ദജ്ജാലിനെ നേരിടാൻ ചെല്ലും. അവൻ ദജ്ജാലിൻ്റെ മുഖത്തു നോക്കി വിളിച്ചു പറയും, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ കള്ളനായ ദജ്ജാലാണ്. കോപം വന്ന ദജ്ജാൽ ആ യുവാവിനെ ഈർച്ചവാൾ കൊണ്ട് 2ആയി പിളർത്തും. അവൻ്റെ ശരീരഭാഗങ്ങൾക്കിടയിലൂടെ ദജ്ജാൽ നടക്കും. എന്നിട്ട് അവനെ വീണ്ടും ജീവിപ്പിക്കും. എഴുന്നേറ്റ് വരുന്ന ആ യുവാവ് പറയും, ഇപ്പോഴെനിക്ക് നിന്നെക്കുറിച്ചുള്ള ബോധ്യം കൂടിയിട്ടേയുള്ളൂ. നീ അള്ളാഹുവിൻ്റെ ശത്രുവാണ്. ദജ്ജാലിന് പിന്നീട് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതുവരെ ഈ കൊടും ക്രൂരത തുടരും. സിറിയയിലെ ഡമാസ്കസിലുള്ള വെള്ള മിനാരത്തിന് സമീപം 2 മലക്കുകളുടെ ചിറകിലായി ഈസാ നബി അലൈഹിസ്സലാം വന്നിറങ്ങും.
അവിടുത്തെ ശ്വാസക്കാറ്റ് ഏൽക്കുന്നിടത്തോളം ദൂരം അവിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഈസാ നബിയെ കാണുമ്പോൾ വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ ദജ്ജാൽ ഉരുകിപ്പോകും. ഒടുവിൽ ഫലസ്തീനിലെ ലുദ് എന്ന സ്ഥലത്ത് വെച്ച് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കും. അതോടെ ആ വലിയ ഫിത്ന അവസാനിക്കും. സഹോദരങ്ങളെ, ഇത് കേവലം ഭയപ്പെടുത്താനുള്ള ഒരു കഥയല്ല, നമ്മുടെ ഈമാൻ പരിശോധിക്കപ്പെടുന്ന സമയമാണ്. ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നാം മുറുകെ പിടിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കുക. എല്ലാ നമസ്കാരത്തിലും അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ദുആ പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ അർശി ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. അതായത്, അള്ളാഹുവെ, നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നൽകട്ടെ. നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും ദജ്ജാലിൻ്റെ മായാജാലങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം ഉറപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.